NEETHA'S TASTELAND. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മപ്പാസ് ആണ്. ചെമ്മീൻ മപ്പാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റെസിപ്പി ഒന്നുമല്ല കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാനൊന്നും ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ. തേങ്ങാപ്പാൽ എടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ് തേങ്ങാപ്പാൽ എടുക്കാന്നുള്ളത്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എന്തായാലും തേങ്ങാപ്പാൽ ചേർത്ത് തന്നെ ചെയ്താലേ നമ്മുടെ മപ്പാസ് ടേസ്റ്റി ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലഞ്ചിനും യൂസ് ചെയ്യാം, ഡിന്നറിലും യൂസ് ചെയ്യാൻ പറ്റും. 3 സമയത്ത് നമുക്ക് കറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുട്ട്, അപ്പം, അതുപോലെ തന്നെ ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ രാവിലെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. രാത്രിയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഈ കറി ഞാൻ കഴിക്കുന്നത് ഒരു 10-12 വർഷം മുന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാപ്പുണ്ടെന്ന് പറയുമ്പോൾ ഷാപ്പിലേക്കല്ല പോയത്. ഷാപ്പ് ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ആ ഷാപ്പും ഫാമിലി റെസ്റ്റോറൻറ്റും അടുത്തടുത്ത കോമ്പൗണ്ടിലാണ്. ശരിക്കും ഷാപ്പിലെ കറിയാണിത്. അവരവിടെ ഫാമിലി റെസ്റ്റോറൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫാമിലീസ് ഇപ്പോൾ നമ്മൾ ഷാപ്പിലെ കറികൾ, ടേസ്റ്റുള്ള കറികളായതുകൊണ്ട് കഴിക്കാൻ പോകാറുണ്ടല്ലോ. അപ്പോൾ ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് ഈ കറി കഴിച്ചത്. അന്ന് അവിടെ വെച്ച് കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്തപ്പോഴൊക്കെയും കഴിച്ചവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മപ്പാസ് റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ മപ്പാസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ മപ്പാസിന് ചെമ്മീൻ എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ എടുക്കുക. ചെറിയ ചെമ്മീനിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഗ്രേവിയിൽ ചെമ്മീൻ കിടക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള ചെമ്മീൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഇതിൽ ഷാപ്പിൽ അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് ചുവന്നുള്ളി ചേർത്തിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളി പൊളിക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, 2 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഉള്ളി, ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി എടുത്തത്, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, ഉലുവ, കുടംപുളി, ഗരം മസാലപ്പൊടി. ഇത് നമ്മുടെ ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. പിന്നെ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. ഇതിലിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ കറി റെഡിയാക്കി വരുമ്പോൾ കറിയുടെ കളർ നമ്മുടെ മീൻ കറിയുടെ കളർ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് എടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ മുളക് പൊടി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അല്ലാത്ത മുളക് പൊടി ഉണ്ടെങ്കിൽ അത് 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ ആ മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു അരപ്പ് റെഡിയാക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയും ഉപ്പുമാണ്. നമ്മൾ ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കുകയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ കുരുമുളക് ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ ചേർക്കുക. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അനുസരിച്ച് ചേർക്കുക. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയിൽ കുരുമുളക് ഉള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉലുവ ചേർക്കാം. കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉലുവ ചേർക്കാം. വളരെ കുറച്ച് ഉലുവ മാത്രം ചേർക്കുക. ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്തെടുക്കാം. സവാള ഒരു 80% കുക്കായി വരണം. അതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുള്ളൂ. ഈ കറിയിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കഴിച്ചപ്പോൾ വെളുത്തുള്ളി അവർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം സവാളയ്ക്ക് പകരമായിട്ട്. അപ്പോൾ ഉള്ളി ചേർക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 സവാള എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അരയ്ക്കുമ്പോൾ ഉള്ളി പൊളിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചിയുടെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മൾ ഉള്ളി ചേർത്ത് തന്നെ അരയ്ക്കുമ്പോഴായിരിക്കും. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കില്ല കേട്ടോ. ചില റെസിപ്പിയിൽ നമ്മൾ തക്കാളി ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ അന്ന് കഴിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുളി കൂടുതൽ ആവശ്യമാണ് അല്ലെങ്കിൽ തക്കാളിയുടെ പുളി ഇഷ്ടമാണെന്നുള്ള ആളുകൾക്ക് തക്കാളി ചേർക്കാം. സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ സോട്ടായി കിട്ടും. എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വേറെ സ്പാറ്റിൽ എടുക്കട്ടെ. അപ്പോൾ തേങ്ങാപ്പാൽ തനിയെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടല്ല ചേർക്കുന്നത്. കുടംപുളി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രേവി റെഡി ആകുമ്പോൾ അതിലേക്ക് പുളി മിക്സ് ആയിക്കോളും. പിന്നെ പുളി കൂടി പോവുകയാണ് കറിക്ക്. ഇപ്പം നമ്മൾ കറി റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി കൂടുതലായി തുടങ്ങുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുടംപുളിയുടെ പീസുകൾ 2 or 3 എടുത്ത് മാറ്റുക. അത് ഈ കറിയിൽ നിന്നല്ല, നമ്മൾ കുടംപുളി ഇട്ട് വയ്ക്കുന്ന ഏത് കറികളാണെങ്കിലും പുളി കൂടി പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പുളി എടുത്ത് മാറ്റുകയാണെങ്കിൽ പുളി കൂടി പോവില്ല. പിന്നെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രോൺസ് റോസ്റ്റിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലപ്പം തന്നെയാണ്. അതുപോലെ തന്നെ പ്രോൺസിൻ്റെ റെസിപ്പീസ് വേറെ ചെയ്തിട്ടുള്ളതെല്ലാം കാണാത്ത ആളുകളൊക്കെ കാണുക. ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ പ്രോൺസിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കറികൾ നമ്മൾ റെഡിയാക്കുമ്പോൾ മൺചട്ടിയിൽ റെഡിയാക്കുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ ഷാപ്പിൽ കിട്ടുന്ന കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിറകടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പിന്നെ ഗ്യാസിൽ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സവാള കുക്കായി തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല അരച്ചെടുത്തിരിക്കുന്നത്. ചെറിയ തരിതരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറ്റൽമുളക് അരയ്ക്കുമ്പോൾ വറ്റൽമുളക് സോക്ക് ചെയ്തിട്ട് അരക്കുകയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. ഇത് നന്നായിട്ട് ഇളക്കി ഈ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ സവാള സോട്ട് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേസ്റ്റ് അരച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ നമ്മൾ സവാളയിലും കൂടി ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറിക്ക് ഉപ്പ് കൂടിപ്പോവും. നമ്മൾ ഗ്രേവി റെഡിയാക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം മാത്രം ഉപ്പ് ചേർക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കാം. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കും എണ്ണ തെളിഞ്ഞ് വരാൻ. എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മസാല കുക്കായി. ഇത് കണ്ടോ, ചട്ടിയുടെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്യാം. പ്രോൺസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അധികം സമയം മിക്സ് ചെയ്യേണ്ട. മസാലയും പ്രോൺസും ഒന്ന് മിക്സ് ആയി വരണം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 ചെറിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. പുളി കൂടുതലാണെങ്കിൽ കറി റെഡിയാക്കി കഴിയുമ്പോൾ ഞാൻ പുളി എടുത്ത് മാറ്റും. 1 പീസ് പുളിയേ ഇടുള്ളൂ. കൂടുതലാണെങ്കിൽ മാത്രം. അത് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ചില കുട്ടികളിപ്പോൾ കറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം പുളി കൂടിപ്പോയി പിന്നെ എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ചേർക്കുന്നത്. നമ്മുടെ പ്രോൺസ് കുക്കാവുന്നത് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ്. തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യില്ല. അപ്പോൾ പ്രോൺസ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കൂടുതൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മുഴുവനും പൊഴിക്കില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക ഗ്രേവി കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പ്രോൺസ് കുക്കാവണം. അതുപോലെ തന്നെ നമ്മുടെ കുടംപുളിയുടെ പുളി ഇറങ്ങി വരണം. ഏകദേശം ഒരു 8 മിനിറ്റ് അടുപ്പിച്ച് ടൈം എടുക്കുക. നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്രോൺസാണ് എടുക്കുന്നതെങ്കിൽ പ്രോൺസ് കുക്കായി വരാൻ. അപ്പോൾ
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേവി വറ്റി വരും, അതിനനുസരിച്ചാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം വരികയാണ്, ഗ്രേവി കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. തേങ്ങാപ്പാലും നമ്മുടെ മസാലയും എല്ലാം ചേർന്ന് മിക്സ് ആയി വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചെക്ക് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയാൻ പറ്റുള്ളൂ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ കറി ഇപ്പോൾ തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നത്. അധികം ചേർക്കുന്നില്ല, ഒരു 2 പിഞ്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഈ കറിക്ക് എരിവ് കുറവായിട്ട് വന്നാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും അടുത്ത സ്റ്റേജിൽ നമ്മൾ കറി റെഡിയാക്കിയതിന് ശേഷമാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിരുന്ന് പ്രോൺസ് ഒന്ന് കുക്കായി വരട്ടെ. ഒരു 8 മിനിറ്റ് കുക്കായി കഴിയുമ്പോൾ പ്രോൺസ് കറക്റ്റ് പാകത്തിലായിട്ടുണ്ടാവും. ഓവറായിട്ട് പ്രോൺസ് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ പ്രോൺസിന് ഒരു റബ്ബർ പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും, നമുക്ക് ചവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രോൺസ് ഓവർ കുക്ക് ആവാതെ നോക്കുക. ഇത് 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രോൺസ് ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം 8 മിനിറ്റായി, കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങയുടെ 1-ാം പാല് ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയാണ്, നല്ല ചൂടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. പിന്നെ 1-ാം പാല് ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാറില്ല. തേങ്ങാപ്പാൽ ചേർക്കുന്ന റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പ്രോൺസ് ഒക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി കുക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കി ആ തിളയൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം തേങ്ങയുടെ 1-ാം പാല് ചേർക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഉലുവ പൊടിച്ചതാണ്. ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം കടുകിൻ്റെ കൂടെ ഉലുവ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഈ കറിക്ക് ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കുക. ഞാൻ എരിവും പുളിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയുടെ ആ ഒരു തിളയൊന്ന് കുറഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണമെന്നനുസരിച്ച് 1-ാം പാല് ചേർക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും, അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് 1-ാം പാല് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ കറി നന്നായി കുറുകും. ഇത്ര മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന കറിവേപ്പില. 5 തണ്ട് കറിവേപ്പില എടുത്തു വെച്ചതിൽ കുറച്ച് ഞാൻ ആദ്യം ചേർത്തിരുന്നു, ബാക്കിയുള്ള കറിവേപ്പില ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ മീൻകറിയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ വരുന്നത് ഈ കറിയുടെ ചൂടൊന്ന് ചെറുതായി കുറഞ്ഞ് ചെറു ചൂടോടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കേണ്ട, 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രസന്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. യൂസ് ചെയ്യുമ്പോൾ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ കറി യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി നമ്മൾ 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് തിക്കായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഗ്രേവി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, കൂടുതൽ തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, മീഡിയം കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഗ്രേവി. ഇതിപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ കഴിക്കാൻ കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ് ഉള്ള ഗ്രേവിയാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് ആണെങ്കിലും ഓവറായിട്ട് അങ്ങ് കുക്കായി പോയിട്ടില്ല. ഇത് കണ്ടോ, ഓവറായി കുക്കായി പോയിട്ടുണ്ടെങ്കിൽ പ്രോൺസ് ഇങ്ങനെ ഒരു റബ്ബർ പോലെ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു പാകത്തിൽ 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രോൺസ് ഓവർ കുക്കാകാതെ ഇതുപോലെ തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്തപ്പോൾ വലിപ്പമുള്ള പ്രോൺസ് ആയിരുന്നു നമ്മൾ ചേർത്തത്. പക്ഷേ പ്രോൺസ് കുക്കായി കഴിഞ്ഞപ്പോൾ ഇത്രയും ചെറിയ വലിപ്പമായി പോയി. അപ്പോൾ കുറച്ചുകൂടി വലിയ പ്രോൺസ് ആണെങ്കിൽ നമ്മുടെ ഗ്രോവിയിൽ പ്രോൺസ് കിടക്കുന്നത് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ പ്രോൺസ് ചേർത്തിട്ടുള്ള കറിക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും. എനിക്കിന്നിപ്പോൾ കിട്ടിയത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്രോൺസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്തത്. ഈ കറി ഇപ്പോൾ നമ്മൾ ചൂട് മാറി ഇന്ന് റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ വീണ്ടും ചൂടാക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ കറി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വയ്ക്കുക, ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ
നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ കറിയുടെ ആ തണുപ്പൊക്കെ മാറി കറക്റ്റായിട്ട് ടേസ്റ്റ് ആവും. വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അത് തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തതുകൊണ്ടാണ്, 1-ാം പാൽ ചേർത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞു തരുന്നത്. കറി ചൂടാക്കരുത് എന്നുള്ളത്. ചില കറികൾ നമ്മൾ ചൂടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കറി ചൂടാക്കരുത്. അപ്പോൾ എല്ലാവരും ഈ പ്രോൺസ് മപ്പാസ് ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.